ഇന്ന് ഞങ്ങളൊരു ചിന്ന ട്രിപ്പ് പോവാം. കൊച്ചി ടു തമിഴ്നാട്. ട്രിപ്പ് അടിക്കണമെങ്കിൽ പെട്രോൾ അടിക്കണ്ടേ? അങ്ങനെ വണ്ടിയുടെ വയറ് നിറഞ്ഞു. ഇനി ഞങ്ങളുടെ വയറും കൂടി നിറയണ്ടേ? കാരണം ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല കേട്ടോ. ഒരു യാത്ര തുടങ്ങുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? മനസ്സമാധാനത്തോടെ യാത്ര ചെയ്യണമെങ്കിൽ നല്ല ഭക്ഷണം വേണം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ശാപ്പാട്ടിലേക്ക് കിടക്കാം. ഒരു ദോശയായിരുന്നു കേട്ടോ പ്ലാൻ. പക്ഷെ ചെന്നപ്പോൾ അവിടെ സദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യാത്രയ്ക്ക് എപ്പോഴും ലൈറ്റ് ഫുഡാണ് നല്ലത്. പക്ഷേ ഇതിപ്പോൾ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. മധുരക്കറി എടുക്കുമ്പോൾ ഏറ്റവും അധികം മിസ് ചെയ്യണ ആരെയാണ്? എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടം. ഉച്ചയുറക്കം ഇനി നടക്കില്ല. അപ്പൊ എന്താ, യാത്ര തന്നെ യാത്ര. ഇതെന്റെ അമ്മയുടെ നാടാട്ടോ, ഹരിപ്പാട്. ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെ ഒന്ന് ജസ്റ്റ് കയറി. ഞാൻ അകത്ത് കയറിയില്ല, പുറത്ത് നിന്ന് തൊഴുതു. അകത്ത് കുളത്തിന്റെ അടുത്ത് മയിലുണ്ട് കേട്ടോ, കാണാൻ നല്ല രസാ. തുടർന്നുള്ള യാത്ര ആദ്യ കഠിനമായിരുന്നു. 4 മണി മുതൽ ചായ കുടിക്കണമെന്ന് മനസ്സിൽ. കടകളും ഉണ്ട്, പക്ഷെ എങ്ങും നിർത്താൻ നിവർത്തിയില്ല. അങ്ങനെ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ചവറയിലൊരു ബേക്കറിയിൽ കയറി. പല ഫ്ലേവറിലുള്ള കേക്കും വാങ്ങിച്ചു. പക്ഷെ ക്യാരറ്റ് കേക്കായിരുന്നു സൂപ്പർ. ദാ ചായയും വന്നു. അപ്പോഴേ കണ്ടേ നല്ല എരിവുള്ള ബിസ്ക്കറ്റ്. അതും കഴിച്ചു. അതും ചായയും സൂപ്പറായിരുന്നു. ഈ ബേക്കറിയിലെ ഒട്ടുമിക്ക ഐറ്റംസും അത് അവരവിടെ തന്നെ ഉണ്ടാക്കുന്നതാ. അതുകൊണ്ട് തന്നെ ടേസ്റ്റും സൂപ്പർ. വാങ്ങി കുറച്ച് സാധനങ്ങൾ കാറിലേക്കും. കാരണം ഇനി എവിടെ നിർത്താൻ പറ്റുമോ ആവോ. പോകും വഴി മൊത്തം ബ്ലോക്കായിരുന്നു. കാരണം ഏകദേശം എല്ലാ അമ്പലങ്ങളിലും ഉത്സവമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം എത്തി. ഉറക്കം കണ്ണുകളെ മാടി വിളിക്കുന്നത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലായിരുന്നു ഞാനും കുഞ്ഞും. മ്യൂസിക്. இதுதான் நியூ ஜெனரேஷன். சொன்னதுதான் செய்வேன், செய்தது மட்டும் தான் சொல்வேன். படித்ததல்ல பாடம், வாழ்க்கை தான் நம் பாடம். என் வாழ்க்கை தான் இல்லைன்னா வாழ்க்கை 0-0. அதுடா இப்படி பார்க்காதே, இதுதான் நியூ ஜெனரேஷன். ഗൈസ്, ഞാനിത് ഉറങ്ങിയതല്ല, ഇതെന്റെ അഭിനയം മാത്രമാണ്. ഇത് ഏട്ടന്റെ തറവാട്. തിരുവിതാംകൂറിന്റെ ചരിത്രമുറങ്ങുന്ന ഒരു വീടാ. ചെറിയ കാലയളവിൽ തിരുവിതാംകൂറിന്റെ ദളവയും വർഷങ്ങളോളം വടക്കുമുഖം സർവാധികാരിയുമായിരുന്ന പത്മനാഭൻ ചെമ്പകരാമൻ തമ്പിയുടെ വീട്. ഈ തറവാട്ടിൽ നിറയെ കൊത്തുപണികളാണ്. ഇതിന്റെ തറ മുട്ടയുടെ വെള്ളയും ചിരട്ടയും കരിയും കമ്മ്യൂണിസ്റ്റ് പച്ചയും ചേർത്തുള്ള മിശ്രിതവും കൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. നാഴികപ്പൂട്ടും ഉണ്ട്, കിളിവാതിലും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാ. അങ്ങനെ റെഡി ആയിരിക്കാണ്. കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടപ്പെട്ട് കാണും അല്ലേ? അടിപൊളിയല്ലേ? എന്റെ ഫ്രണ്ട് മീരു ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സാ. അപ്പൊ കല്യാണത്തിന് ഇറങ്ങാം കേട്ടോ. കൊല്ലങ്കോടായിരുന്നു കേട്ടോ കല്യാണം. തമിഴ്നാട് ബോർഡറാണ്. കൊല്ലങ്കോട് ഭയങ്കര ഫേമസ് ആണ്. തൂക്കൊക്കെ നടക്കുന്ന അമ്പലമല്ലേ, അതിന്റെ തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിലായിരുന്നു കല്യാണം. ഈ ഒരുങ്ങി നിൽക്കുന്നവളുടെ ചേട്ടന്റെ ആ കല്യാണം. അപ്പൊ ഒരു ഫോട്ടോ ആവാല്ലേ? പരദൂഷണം ഞങ്ങൾ പറയേയില്ല. ഇനിയിപ്പൊ നമ്മുടെ മെയിൻ പരിപാടി ഇലയിട്ടു സദ്യ വിളമ്പി. ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിന്റെ റൈറ്റ് സൈഡ് തമിഴ്നാടും ലെഫ്റ്റ് സൈഡ് കേരളമാ. ഓ ദേ, ഞങ്ങള് തമിഴ്നാട് കയറിയിട്ടാ. ഓ എന്റെ ദൈവമേ, ദേ കേരളം കയറി. തിരിച്ചു വീട്ടിലെത്തി. സദ്യ കൊണ്ട് ക്ഷീണാണെങ്കിലും മാങ്ങ കണ്ടപ്പോ വിട്ടില്ല. ആ വഴി ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് മാറിക്കൊടുത്തു. ഇത് മാങ്ങ സെറ്റാക്ക, പോരുമ്പോ കൊണ്ടുവരാൻ.
കറ കളയാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കമഴ്ത്തി വെക്കും. അടുത്തത് അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആ പാർട്ടി കഴിഞ്ഞു. ദേ നോക്കിയേ, ഇവിടെ കേരളത്തെക്കാളും ഡീസലിനും പെട്രോളിനും ഒക്കെ വിലക്കുറവാ. അങ്ങനെ കല്യാണവും പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിലേക്ക്. ഇന്നലത്തെ അതികഠിനമായ യാത്ര കാരണം ഇന്ന് ഞങ്ങൾ വഴി തിരിച്ചുവിടുക. ഏത് വഴിയാ? കോട്ടയം വഴി. തട്ടുകടകളും നൈറ്റ് കഫേസും ഒക്കെ വളരെ കുറവായിരുന്നു. കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു തട്ടുകട കണ്ടു. ചെന്നപ്പോ എന്താ, ഓംലെറ്റ് ഇല്ല. പിന്നെ അവിടെ നിൽക്കുവോ? അങ്ങനെ അടൂരെത്തിയപ്പോ ഒരു കഫേ കണ്ടു. ഒരു കോഫി, ഡബിൾ ഓംലെറ്റ്. ടൈം ഈസ് അങ്ങനെ കട്ടനും കുടിച്ച് വീട്ടിലേക്ക്. പിന്നെ റോഡ് നല്ല ക്ലീൻ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നീണ്ട 27 മണിക്കൂർ യാത്ര, കല്യാണം കൂടി പാർട്ടിയും കൂടി ബന്ധുക്കളെയൊക്കെ കണ്ട് രസകരമായ ഒരു യാത്രാനുഭവം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങള്? എങ്കിൽ അടുത്ത ട്രിപ്പിൽ കാണാം.